കേരളം കടക്കെണിയിലെന്നത് വികസന വിരുദ്ധ പ്രചാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആപത്ഘട്ടത്തിൽ പ്രതിപക്ഷം കേരളത്തിന് എതിരായി നിലകൊണ്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തങ്ങൾ കേരളം ഒറ്റക്കെട്ടായി അതിജീവിച്ചുവെന്നും കേരളത്തിന്റെ ബദൽ നയം തുടരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഇപ്പോൾ പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ്. 2016 മുമ്പ് കേരളം തകർന്നടിഞ്ഞ ഒരു നാടെന്ന സ്ഥിതിയിലായിരുന്നുവെന്നും മാറ്റം ആഗ്രഹിച്ച ജനങ്ങളാണ് ഇടതുമുന്നണിയെ അധികാരത്തിൽ എത്തിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പഴയ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ തുക നൽകേണ്ടി വന്നു. 5581 കോടി രൂപയാണ് കേരളത്തിന് കൊടുക്കേണ്ടി വന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയിലും സമാന അനുഭവമുണ്ടായി. ഇടമൺ കൊച്ചി പവർ പദ്ധതിയും സർക്കാർ പൂർത്തിയാക്കി. കോവിഡ് കാലത്ത് ലോകം കേരളത്തെ അത്ഭുതത്തോടെ നോക്കിയെന്നും വികസിത രാജ്യങ്ങൾ പോലും മുട്ടുകുത്തിയപ്പോൾ കേരളം പിടിച്ചുനിന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം കടക്കണിയിലെന്ന നിലയിൽ പ്രചരണം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കടക്കണി എന്നത് വികസന വിരുദ്ധ പ്രചരണം മാത്രമാണ്. ലൈഫ് പദ്ധതിയിൽ 4.5 ലക്ഷം വീടുകൾ പൂർത്തിയായി. ഉടൻ 5 ലക്ഷം വീടുകളെന്ന സ്വപ്നം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നമ്മുടെ വികസന വിരുദ്ധർ പ്രചരിപ്പിച്ച ഒരു കാര്യം, കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഇവിടെ പഞ്ചവത്സര പദ്ധതി വിഹിതം വലിയ തോതിലാണ് വെട്ടിക്കുറക്കുന്നത്. ഏതൊരു കണക്കെടുത്ത് പരിശോധിച്ചാലും മാതൃകാപരമായ ചെലവുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ദുരന്തങ്ങൾ കേരളം ഒറ്റക്കെട്ടായി അതിജീവിച്ചു. ദുരന്തങ്ങളിൽ പോലും കേന്ദ്രം കേരളത്തെ സഹായിച്ചില്ല. കേരളത്തിലെ പ്രതിപക്ഷം അതിനൊപ്പമായിരുന്നുവെന്നും ദുരന്തങ്ങളിൽ പോലും കേരളത്തിന്റെ അതിജീവനത്തെ പ്രതിപക്ഷം മുടക്കിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേന്ദ്രം സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ആ കേന്ദ്ര സഹായം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്ന് പറയാൻ നമ്മുടെ സംസ്ഥാനത്തെ ചിലർക്ക് വല്ലാത്ത മടിയുണ്ടായി. ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് നിന്നത് എന്നത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമായിരുന്നു. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. കേരളത്തിന്റെ ബദൽ നയം തുടരണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.